ബനു ഇസ്രായേലിലെ 3 പുരുഷന്മാർ ഒരു യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ വിശ്രമിക്കാനും ഉറങ്ങാനും വേണ്ടി അവർ ഒരു ഗുഹയിൽ പ്രവേശിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവിചാരിതമായി ഒരു പാറക്കഷ്ണം ഉരുണ്ടുവന്ന് ഗുഹാമുഖം അടഞ്ഞുപോയി. അതിനുള്ളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ പരസ്പരം അവർ ആരാഞ്ഞുകൊണ്ടിരിക്കെ അവർക്കൊരു ഉപായം തോന്നി. തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തിയേക്കാം. 3 പേരിൽ ഒരാൾ ഇങ്ങനെ ദുആ ചെയ്തു: യാ അള്ളാഹുവേ, എനിക്ക് പ്രായം ചെന്ന ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കയ്യിലുള്ളത് ഭാര്യയ്ക്കും മക്കൾക്കും നൽകുന്നതിന് മുമ്പ് ഉമ്മാക്കും ഉപ്പാക്കും നൽകലായിരുന്നു എൻ്റെ പതിവ്. മൃഗങ്ങൾക്കുള്ള പുല്ലും വെള്ളവും അന്വേഷിച്ച് കുറെ നടന്നതിനാൽ ഒരു ദിവസം ഞാൻ വീട്ടിലെത്താൻ വൈകിപ്പോയി. ഞാൻ പാൽ കറന്ന് വീടിനകത്തെത്തിയപ്പോഴേക്കും ഉമ്മയും ഉപ്പയും ഉറങ്ങിപ്പോയിരുന്നു. അവരെ വിളിച്ചുണർത്തുന്നത് അദബ് കേടാണ്, മര്യാദ കേടാണെന്ന് മനസ്സിലാക്കി അവർ ഉണരുന്നതുവരെ പാൽപാത്രവും കയ്യിൽ പിടിച്ച് ഞാൻ കാത്തിരുന്നു. വിശന്ന് വലഞ്ഞ മക്കൾ അരികിലിരുന്ന് കരയുന്നത് ഞാൻ ശ്രദ്ധിച്ചതേയില്ല. ഉമ്മയും ഉപ്പയും ഉണർന്നപ്പോഴേക്ക് നേരം പുലർന്നിരുന്നു. ഉണർന്ന ഉടൻ കയ്യിലുണ്ടായിരുന്ന പാൽപാത്രം ഞാൻ അവർക്ക് നീട്ടി. അവർ അതിൽ നിന്നും കുടിക്കുകയും ചെയ്തു. ഞാൻ ഇങ്ങനെ ചെയ്തത് അള്ളാഹുവേ, നിന്റെ പ്രീതി കാംക്ഷിച്ച് കൊണ്ട് മാത്രമാണ്. ഇതൊരു സുഹൃതമായി നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷമസന്ധിയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഒന്നാമന്റെ ദുആ കഴിഞ്ഞതോടെ പാറ ഗുഹാമുഖത്തു നിന്നും ഒരൽപ്പം നീങ്ങി. എങ്കിലും ആ വിടവിലൂടെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. തുടർന്ന് രണ്ടാമൻ ദുആ ചെയ്തു: പടച്ചവനെ, എനിക്കൊരു പിതൃവ്യ പുത്രിയുണ്ടായിരുന്നു, ഒരു കസിൻ സിസ്റ്റർ. അവളോട് അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു എനിക്ക്, പ്രേമമായിരുന്നു എനിക്ക് അവളോട്. അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ അവൾ വിസമ്മതിക്കുമായിരുന്നു. അങ്ങനെ നാട്ടിൽ ഒരു ക്ഷാമകാലം വന്നു. വലിയ പ്രയാസം നേരിട്ടപ്പോൾ പണം അന്വേഷിച്ചുകൊണ്ട് അവൾ എന്നെ സമീപിച്ചു. ശാരീരിക ബന്ധത്തിന്, വ്യഭിചാരത്തിന് വഴങ്ങാമെന്ന വ്യവസ്ഥയിൽ ഞാൻ അവൾക്ക് 120 ദിനാർ കൊടുത്തു. സ്വകാര്യമായ ഒരിടത്ത് വെച്ച് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറെടുത്ത് അവളുടെ നഗ്ന തുടകൾക്കിടയിൽ ഞാൻ ഇരുന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു: ഇത്തക്കില്ല സഹോദര, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അവിഹിതമായി നീ എൻ്റെ കന്യകാത്വം ഇല്ലാതെയാക്കരുത്. ഇത് കേട്ടയുടൻ എന്നിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉടലെടുക്കുകയും ആ ദുഷ്പ്രവർത്തനത്തിൽ നിന്നും ഞാൻ പിന്മാറുകയും ചെയ്തു. അവളെ ഞാൻ ഒന്നും ചെയ്തില്ല. 120 ദിനാറിൽ 1 ദിനാർ പോലും ഞാൻ തിരിച്ചു വാങ്ങിയതുമില്ല. അള്ളാഹുവേ, ഞാൻ ഈ ചെയ്തത് നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. നിന്നെ ഓർത്തു മാത്രം ചെയ്തതാണിത്. ഇതൊരു നന്മയായി നീ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. രണ്ടാമന്റെ പ്രാർത്ഥന തീർന്നതും പാറക്കല്ല് ഒരൽപ്പം കൂടി നീങ്ങി. പുറം കാഴ്ചകൾ ചെറിയ തോതിൽ കാണാമായിരുന്നുവെങ്കിലും ആ പൈതലൂടെ അവർക്ക് പുറത്തു കടക്കാൻ കഴിയുമായിരുന്നില്ല. തുടർന്ന് മൂന്നാമൻ ഇങ്ങനെ ദുആ ചെയ്തു: പടച്ചവനെ, പറമ്പിൽ പണിയെടുക്കാൻ ഞാൻ കുറച്ചാളുകളെ വിളിച്ചിരുന്നു. പണി കഴിഞ്ഞ് എല്ലാവരും കൂലി വാങ്ങി മടങ്ങി. ഒരാൾ ഒന്നും വാങ്ങാതെ പോയി. എന്നെങ്കിലും ഒരിക്കൽ അയാൾ വരുമെന്ന് പ്രതീക്ഷിച്ച്, വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി അയാളുടെ കൂലി ഉപയോഗിച്ച് ഞാൻ ഒരു മൃഗത്തെ വാങ്ങി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മൃഗം പ്രസവിച്ച മൃഗങ്ങൾ പ്രസവിച്ച് അങ്ങനെ അത് പെറ്റുപെരുകി. അങ്ങനെ ഒരു താഴ്വര മുഴുവൻ ആടുകളും പശുക്കളും നിറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൂലി വാങ്ങാതെ പോയ അയാൾ തിരിച്ചെത്തി. തന്റെ കൂലി തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു: ആ താഴ്വരയിൽ കാണുന്ന മൃഗങ്ങളെല്ലാം നിങ്ങളുടേതാണ്. എല്ലാറ്റിനെയും തെളിച്ചു കൊണ്ടുപോയിക്കോളൂ. ഇത് കേട്ട് അമ്പരന്നു പോയ അയാൾ പറഞ്ഞു: നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? ഒരു ദിവസത്തെ കൂലിക്ക് പകരം ഇതെല്ലാം എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? ഞാനപ്പോൾ കാര്യങ്ങൾ അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതോടെ ഒന്നൊഴിയാതെ മുഴുവൻ മൃഗങ്ങളെയും അയാൾ തെളിച്ചു കൊണ്ടുപോയി. ഞാനൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. അള്ളാഹുവേ, നിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതൊരു സൽക്രമമായി നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ.
അതോടെ പാറക്കഷ്ണം ഗുഹാമുഖത്തു നിന്നും നീങ്ങിപ്പോയി. അവർ സന്തോഷത്തോടെ പുറത്തിറങ്ങി രക്ഷപ്പെടുകയും ചെയ്തു.